മർക്കോസ് 4:35 ദൈവത്തിന്റെ വചനം പറയുകയാണ്, അന്ന് സന്ധ്യയായപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അതെ, ഇന്ന് പകലും കർത്താവ് ചിലരെ ക്ഷണിക്കുകയാണ്. യേശു വരിക, നിങ്ങൾ അക്കരയ്ക്ക് പോകൂ എന്നല്ല പറയുന്നത്. യേശു പറയുന്നു വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സന്ധ്യകളിലും നിങ്ങളോടൊപ്പമുള്ള ഒരുവന്റെ പേരാണ് നസറേയനായ യേശു. ഹല്ലേലൂയ! കർത്താവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, ദൈവം നിങ്ങളിൽ ചിലരെ അക്കരകളിൽ എത്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ കര കയറാൻ പോകുകയാണ്. നിങ്ങൾ അക്കരെ എത്താൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെ പറ്റി ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നിന്ന് ഒരു പുതിയ കരയിലേക്ക് അവൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതേ പ്രിയരെ, നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല. കർത്താവിന്റെ ക്ഷണം എങ്ങനെയാണ്? കർത്താവ് ശിഷ്യന്മാരോട് ഒരു നദിയുടെ അക്കരയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതമായി എന്നെ ബന്ധിപ്പിച്ച് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെ നിത്യതയിലേക്കുള്ള ക്ഷണത്തിലാണ് ആ ക്ഷണം നമുക്ക് നൽകിയത്. നിത്യതയുടെ തീരത്തേക്കുള്ള യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ആ യാത്രയിൽ നിങ്ങൾ ഒറ്റപ്പെടുകയില്ല. കാരണം കർത്താവ് പറയുകയാണ്, വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ ചില പ്രത്യേക മേഖലകളിൽ കർത്താവ് നിങ്ങളെ ക്ഷണിച്ച് മറ്റൊരു കരയിലേക്ക് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അഭിഷേകത്തിന്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവം നിങ്ങളെ മറ്റൊരു കരയിലെത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ദൈവത്തിന്റെ വചന സന്ദേശമായി, ഇതൊരു ആത്മാവിന്റെ ദൂതായി സ്വീകരിച്ചുകൊണ്ട് പറയണം, ദൈവം എന്നെ മറ്റൊരു മേഖലയിലേക്ക്, ഒരു ഉയർന്ന മേഖലയിലേക്ക് ദൈവം എന്നെ ക്ഷണിക്കുകയാണ്. ഞാനൊരു പ്രവചന ദൂതായി നിങ്ങളോട് പറയാം, ചിലരുടെ സന്ധിയുടെ കാലങ്ങൾ മാറാൻ പോകുന്നു. ദൈവം ചിലരെ മറ്റൊരു കരയിലേക്ക് എത്തിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ക്ഷണം അവിടെ കൂടിയ സകലരോടുമല്ല, യേശുവിന്റെ ക്ഷണം ശിഷ്യന്മാരോടാണ്. വരിക. കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ചവരാണ് അവനോട് കൂടെ യാത്ര ചെയ്തത്. അതെ, ആ ക്ഷണക്കത്ത് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്, അവൻ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, ജാതികളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ആമേൻ, 10,000 ജനം നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കെ അവൻ നൽകിയ ക്ഷണത്തോട് പ്രതികരിച്ചവരോട് അവൻ പറയുകയാണ്, വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാം. ആ ക്ഷണത്തോട് പ്രതികരിക്കാൻ ഇന്ന് ആരൊക്കെ തയ്യാറാകുമോ അവരെല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളുടെ സന്ധ്യാകാലങ്ങൾ തീരാൻ പോകുന്നു. ഹല്ലേലൂയ!